നമസ്കാരം. രാഷ്ട്രീയത്തെപ്പറ്റി പഠിക്കുന്ന രീതികൾ കാലം മാറിയതിനനുസരിച്ച് എങ്ങനെയാണ് മാറിയതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ പൊളിറ്റിക്കൽ സയൻസിലെ 3 പ്രധാനപ്പെട്ട സമീപനങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ രൂപപ്പെടുത്തിയ ഈ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാഷ്ട്രീയം എന്നു പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സ് ആണ്, അല്ലേ? കുഴഞ്ഞുമറിഞ്ഞൊരു സംഭവം. അപ്പോൾ ഇത്രയും വലിയൊരു വിഷയത്തെ നമ്മൾ എങ്ങനെയാണ് ശാസ്ത്രീയമായി പഠിക്കാൻ തുടങ്ങുക? ഈ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം തേടിയാണ് പണ്ഡിതന്മാർ പല വഴികളിലൂടെ രാഷ്ട്രീയത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഈ ഒരു വിശകലനത്തിൽ നമ്മൾ 4 ഭാഗങ്ങളിലൂടെയാണ് കേട്ടോ കടന്നുപോകാൻ പോകുന്നത്. ആദ്യം രാഷ്ട്രീയ പഠനത്തിന്റെ പഴയ രീതിയായ ട്രഡീഷണൽ അപ്രോച്ച്, പിന്നെ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടുവന്ന ബിഹേവിയറൽ അപ്രോച്ച്, അതിനുശേഷം ഈ രണ്ടെണ്ണത്തിനെയും ഒരുമിപ്പിക്കാൻ ശ്രമിച്ച പോസ്റ്റ് ബിഹേവിയറൽ റെസ്പോൺസ്. അവസാനം നമുക്ക് ഈ 3 എണ്ണത്തിലെ ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? നമ്മുടെ ആദ്യത്തെ വിഷയം പരമ്പരാഗത സമീപനമാണ്. ഇതിനെ നമുക്ക് രാഷ്ട്രീയ പഠനത്തിലെ പഴയ തറവാട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പ്ലേറ്റോയുടെയും അരിസ്റ്റോട്ടലിന്റെയും കാലം മുതൽക്കേ രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്ന ഒരു ക്ലാസിക്കൽ രീതിയായിരുന്നു ഇത്. പരമ്പരാഗത സമീപനം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസിലെ ഏറ്റവും പഴയ പഠന രീതിയാണ്. അതായത് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ എങ്ങനെയാണ് എന്നതിനേക്കാൾ ഒരു നല്ല സമൂഹം അല്ലെങ്കിൽ ഒരു ഐഡിയൽ സ്റ്റേറ്റ് എങ്ങനെയായിരിക്കണം എന്നതിലായിരുന്നു ഇതിന്റെ ഫോക്കസ്. ഇത് കൂടുതലും പഠിച്ചത് നിയമങ്ങൾ, ഭരണഘടന, സർക്കാർ സ്ഥാപനങ്ങൾ തുടങ്ങിയ ഔദ്യോഗിക കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. ഉദാഹരണത്തിന്, ഒരു രാജ്യത്തിന്റെ ഭരണഘടന ഒരു നല്ല ഭരണം എങ്ങനെ ഉറപ്പാക്കണം എന്നതായിരുന്നു ഇവരുടെ പ്രധാന ചിന്ത. അപ്പോ ഇതിന്റെ പ്രധാന സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ഒന്നാമതായി, ഇത് നോർമേറ്റീവായിരുന്നു. അതായത് മൂല്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തു. നീതി, സ്വാതന്ത്ര്യം പോലുള്ള കാര്യങ്ങൾക്കായിരുന്നു മുൻഗണന. പിന്നെ ആശയങ്ങളുടെയും നിയമങ്ങളുടെയും ചരിത്രപരമായ വളർച്ചയെക്കുറിച്ച് പഠിച്ചു. പാർലമെന്റ്, കോടതികൾ പോലുള്ള ഔദ്യോഗിക സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു പഠനം. ആളുകൾ എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കുന്നതിനു പകരം ഈ സ്ഥാപനങ്ങളുടെ ഘടനയെ വിവരിക്കുക മാത്രമാണ് ചെയ്തത്. ഒരു സർക്കാരിന്റെ ബ്ലൂ പ്രിന്റ് പഠിക്കുന്നതുപോലെയായിരുന്നു ഇത്. അത്രയുള്ളൂ. ഈയൊരു അപ്രോച്ച് വളർന്നു വന്നത് തന്നെ പ്ലേറ്റോയെയും അരിസ്റ്റോട്ടലിനെയും പോലുള്ള ഭയങ്കരരായ ചിന്തകന്മാരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ്. ഒരു മികച്ച രാഷ്ട്രം എങ്ങനെയായിരിക്കണം, നീതി എന്തായിരിക്കണം എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങളാണ് ഇവർ ചോദിച്ചത്. അവരുടെ ലക്ഷ്യം തന്നെ ഒരു മാതൃകാപരമായ സമൂഹത്തെ കണ്ടെത്തുക എന്നതായിരുന്നു. പക്ഷേ ഈ പഴയ രീതിക്ക് അതിൻ്റേതായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇത് കൂടുതലും തിയറിയിലും മൂല്യങ്ങളിലും മാത്രം ഒതുങ്ങിപ്പോയി. യഥാർത്ഥ ലോകത്ത് രാഷ്ട്രീയത്തിൽ ആളുകൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതിനെപ്പറ്റി ഇത് ഒന്നും പറഞ്ഞില്ല. ശരിയല്ലേ? വോട്ടർമാരുടെയോ സാമൂഹിക ഗ്രൂപ്പുകളുടെയോ പങ്ക് പരിഗണിക്കാതെ വെറുതെ നിയമപുസ്തകങ്ങളിൽ മാത്രം നോക്കിയാൽ രാഷ്ട്രീയം മുഴുവനായിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ? കൃത്യമായി പറഞ്ഞാൽ ഈ പരിമിതികളാണ് രാഷ്ട്രീയ പഠനത്തിൽ ഒരു പുതിയ വിപ്ലവത്തിന് തന്നെ തീ കൊളുത്തത്. പണ്ഡിതന്മാർ പുതിയ വഴികൾ തേടാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ രാഷ്ട്രീയ പഠനത്തിലെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് വരുന്നത്, ബിഹേവിയറൽ സമീപനം. ഇതൊരു ശരിക്കുമുള്ള ഒരു സയന്റിഫിക് വിപ്ലവം തന്നെയായിരുന്നു. തിയറികളിൽ നിന്ന് മാറി ഡേറ്റായിലും യഥാർത്ഥ നിരീക്ഷണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു വലിയ മാറ്റം. ഇത് 2ാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ് കേട്ടോ രംഗത്തേക്ക് വരുന്നത്. കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന പഴയ ചിന്തയിൽ നിന്നും മാറി കാര്യങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് എന്ന് പഠിക്കാൻ തുടങ്ങി. അതിനായി ശാസ്ത്രീയമായ രീതികളും ഉപയോഗിച്ചു. വ്യക്തികളും ഗ്രൂപ്പുകളും രാഷ്ട്രീയത്തിൽ യഥാർത്ഥത്തിൽ എങ്ങനെ പെരുമാറുന്നു എന്നതിലായിരുന്നു ഇവരുടെ മുഴുവൻ ശ്രദ്ധയും. ഇവിടെ സംഭവിച്ച മാറ്റങ്ങൾ ശരിക്കും ശ്രദ്ധേയമാണ്. മൂല്യങ്ങളിൽ നിന്ന് നേരെ വസ്തുതകളിലേക്ക്, നിയമപുസ്തകങ്ങളിൽ നിന്ന് സാധാരണ ജനങ്ങളിലേക്ക്, തത്വചിന്തയിൽ നിന്ന് ശുദ്ധമായ ശാസ്ത്രത്തിലേക്ക്. ഇതൊരു വലിയൊരു ഷിഫ്റ്റായിരുന്നു. പോരാത്തതിന് സൈക്കോളജി, സോഷ്യോളജി പോലുള്ള വിഷയങ്ങളിൽ നിന്നുള്ള ആശയങ്ങൾ രാഷ്ട്രീയ പഠനത്തിലേക്ക് കൊണ്ടുവന്നു. ഉദാഹരണത്തിന്, ഒരു സ്ഥാനാർത്ഥിക്ക് ആളുകൾ എന്തിനാണ് വോട്ട് ചെയ്യുന്നത് എന്ന് സർവേ നടത്തി പഠിക്കുന്നത് ഈ രീതിയുടെ ഭാഗമാണ്. ഹാരോൾഡ് ലാസ്വെൽ എന്ന പ്രമുഖ ചിന്തകന്റെ ഒരു ഫേമസ് കോട്ടുണ്ട്. അത് ഈ ബിഹേവിയറലിസത്തിന്റെ എല്ലാം കാതിൽ നമുക്ക് പറഞ്ഞു തരും. ആർക്ക്, എന്ത്, എപ്പോൾ, എങ്ങനെ കിട്ടുന്നു എന്നതാണ് രാഷ്ട്രീയം. കണ്ടില്ലേ? അധികാരം, വിഭവങ്ങൾ, ഇതിനെയൊക്കെക്കുറിച്ചുള്ള ഒരു പ്രാക്ടിക്കൽ കാഴ്ചപ്പാടാണിത്, അല്ലാതെ വെറും ആദർശങ്ങളല്ല. പക്ഷേ ഈ പുതിയ സയന്റിഫിക് രീതിക്കും വിമർശനങ്ങൾ വന്നു. ഡാറ്റ, നമ്പേഴ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഇതിലൊക്കെ മാത്രം ശ്രദ്ധിച്ചപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു മനുഷ്യപ്പറ്റ് നഷ്ടപ്പെടുന്നു എന്നായിരുന്നു പ്രധാനപ്പെട്ടൊരു ആരോപണം. നീതി, സമത്വം പോലുള്ള വലിയ മൂല്യങ്ങളെയും ധാർമ്മിക ചോദ്യങ്ങളെയും ഇത് പാടെ അവഗണിച്ചു. ചുരുക്കി പറഞ്ഞാൽ കണക്കുകൾക്ക് പിന്നിലെ മനുഷ്യന്റെ അവസ്ഥയെ കാണാതെ പോയി. അപ്പോൾ ഈ വിമർശനങ്ങളിൽ നിന്നാണ് അടുത്ത ഘട്ടം വരുന്നത്, പോസ്റ്റ് ബിഹേവിയറൽ പ്രതികരണം. ഇത് ശരിക്കും പറഞ്ഞാൽ പഴയതിലെ നല്ലതും പുതിയതിലെ നല്ലതും ഒരുമിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. ഒരു തരം തിരുത്തൽവാദം എന്ന് വേണമെങ്കിൽ പറയാം.
1960കളുടെ അവസാനത്തിൽ വന്ന ഈ മൂവ്മെന്റ് ബിഹേവിയറലിസത്തിന്റെ സയന്റിഫിക് മെത്തേഡ്സ് എടുത്തിട്ട് അതിനെ യാഥാർത്ഥ്യ ലോകത്തിലെ പ്രശ്നങ്ങളും മൂല്യങ്ങളുമായി ബന്ധിപ്പിക്കാൻ ശ്രമിച്ചു. ഇതിന്റെ പുതിയ മുദ്രാവാക്യം തന്നെ വളരെ പവർഫുള്ളായിരുന്നു: പ്രസക്തിയും പ്രവർത്തനവും, അതായത് റെലവൻസ് ആൻഡ് ആക്ഷൻ. ഡേവിഡ് ഈസ്റ്റൺ എന്ന ചിന്തകനാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. പൊളിറ്റിക്കൽ സയൻസ് വെറുമൊരു അക്കാഡമിക് വ്യായാമമാകരുത്, അത് സമൂഹത്തിന് പ്രസക്തവും ഉപകാരപ്രദവുമാകണം എന്നദ്ദേഹം ശക്തമായി വാദിച്ചു. അപ്പോൾ ഇതിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, പ്രസക്തി, അതായത് നമ്മൾ ചെയ്യുന്ന റിസർച്ച് ദാരിദ്ര്യം, യുദ്ധം പോലെയുള്ള യഥാർത്ഥ പ്രശ്നങ്ങളെക്കുറിച്ചാവണം. 2, പ്രവർത്തനം, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കണം. മൂന്നാമതായി, മൂല്യങ്ങൾക്ക് വീണ്ടും പ്രാധാന്യം വന്നു. അതോടൊപ്പം തന്നെ ശാസ്ത്രീയ രീതികളെയും ധാർമ്മിക ചിന്തകളെയും ഒരുമിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഈ 3 സമീപനങ്ങളെക്കുറിച്ചും ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി നമുക്ക് അവസാന ഭാഗത്തേക്ക് കടക്കാം. ഇവയെല്ലാം ഒന്ന് ഒരുമിച്ച് വെച്ച് താരതമ്യം ചെയ്ത് നോക്കാം. അപ്പോൾ ചിത്രം കുറച്ചുകൂടി ക്ലിയർ ആവും. ഈ ടേബിൾ നോക്കിയാൽ മതി, എല്ലാം ഒറ്റയടിക്ക് മനസ്സിലാകും. കണ്ടില്ലേ? ആദ്യത്തെ വരിയിലെ ട്രഡീഷണൽ അപ്രോച്ച്, സ്ഥാപനങ്ങളിലും നിയമങ്ങളുമായിരുന്നു അവരുടെ ശ്രദ്ധ. അതിന്റെ സ്വഭാവം തത്വചിന്താപരമായിരുന്നു. രണ്ടാമത് ബിഹേവിയറലിസം, അത് നേരെ മനുഷ്യരുടെ പെരുമാറ്റത്തെയാണ് പഠിച്ചത്. അതിന്റെ രീതി വസ്തുനിഷ്ഠവും ശാസ്ത്രീയവുമായിരുന്നു. ഇനി മൂന്നാമത്തേത് പോസ്റ്റ് ബിഹേവിയറലിസം, അത് ഈ രണ്ടും കൂടി മിക്സ് ചെയ്തു. മൂല്യങ്ങളും സയൻസും ഒരുമിപ്പിച്ചു, പ്രസക്തവും പ്രവർത്തന അധിഷ്ഠിതവുമാകാൻ ശ്രമിച്ചു. ഓരോന്നിന്റെ പിന്നിലെയും പ്രധാന ചിന്തകരെയും ഇവിടെ കാണാം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ട്രഡീഷണൽ അപ്രോച്ച് ചോദിച്ചതിതാണ്: കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം? അതിന് മറുപടിയായി ബിഹേവിയറൽ അപ്രോച്ച് ചോദിച്ചു, അല്ല, കാര്യങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ്? എന്നാൽ പോസ്റ്റ് ബിഹേവിയറൽ അപ്രോച്ച് ഈ 2 ചോദ്യങ്ങളെയും ഒരുമിപ്പിച്ചു. എന്നിട്ടൊരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചു: കാര്യങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ്? അത് മെച്ചപ്പെടുത്താൻ നമ്മൾ എന്തു ചെയ്യണം? അപ്പോൾ രാഷ്ട്രീയ പഠനത്തിന്റെ ഈ ഒരു പരിണാമം നമ്മൾ കണ്ടുകഴിഞ്ഞു. പഴയ ആദർശങ്ങളിൽ നിന്ന് തുടങ്ങി സയൻസിലൂടെ കടന്നുപോയി അവസാനം പ്രസക്തിയിലും പ്രവർത്തനത്തിലും എത്തിനിൽക്കുന്നു. അപ്പോൾ ഒരു ചോദ്യം: ഇന്നത്തെ ഈ സങ്കീർണമായ ലോകത്ത് രാഷ്ട്രീയത്തെ മനസ്സിലാക്കാൻ ഈ പറഞ്ഞതിൽ ഏത് സമീപനമാണ് ഏറ്റവും നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ഇതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.